അദ്ദേഹത്തിന്റെ മരണം അസുഖബാധിതനെ തുടർന്ന് എന്ന് മാത്രമാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. അല്പം മുമ്പ് BBC-യും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ക്യൂബൻ ടെലിവിഷൻ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. 91 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ സാമ്രാജ്യ ശക്തികളുടെയും പോരാട്ടങ്ങൾക്ക് നേരെ ശക്തനായി നിന്നിരുന്ന ഫിഡൽ കാസ്ട്രോ ഒരു കാലഘട്ടത്തിലെ മുഴുവൻ തന്നെ വിപ്ലവകാരികൾക്ക് പുതിയ കാലഘട്ടം പറഞ്ഞു നൽകുന്ന ഒരു നേതാവ് കൂടിയായിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി 2011 വരെ അദ്ദേഹം വളരെ സജീവമായി തന്നെ നിലനിന്നിരുന്നു. അതിനുശേഷമാണ് അസുഖബാധിതനെ തുടർന്ന് പൊതുവേദിയിൽ കുഴഞ്ഞു വീണ് അതിനെ തുടർന്നാണ് അദ്ദേഹം അസുഖബാധിതനെന്ന് കണ്ടെത്തിയത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പല ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ അത്തരം തരത്തിലുള്ള മുഴുവൻ അതിക്രമങ്ങളെയും അക്രമങ്ങളെയും ശക്തനായി നേരിട്ട ഫിഡൽ കാസ്ട്രോ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും പൊരുതുന്ന പോരാട്ട പ്രസ്ഥാനങ്ങൾക്കും എന്നും വളരെ കരുത്തായി നിലനിന്ന ഒരു പ്രതീകമായിരുന്നു ഫിഡൽ കാസ്ട്രോ എന്ന് പറയാൻ സാധിക്കും. ചെഗുവേരയ്ക്കൊപ്പം അദ്ദേഹം പോരാട്ടം ആരംഭിച്ചതിന് ശേഷം ക്യൂബ എന്ന് പറയുന്ന കൊച്ചു ദ്വീപിനെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുവാനും അതോടൊപ്പം തന്നെ അവിടുത്തെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താനും വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഒരു കാലത്ത് ഒരുപക്ഷെ അദ്ദേഹം ഒരു ഏകാധിപതിയാണെന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ചരിത്രം എനിക്ക് മാപ്പ് നൽകുമെന്നുള്ള അദ്ദേഹത്തിന്റെ അതിപ്രസിദ്ധമായ പ്രസംഗം ശ്രദ്ധേയമാണ്. ആ പ്രസംഗത്തിലൂടെ ലോകമെങ്ങുമുള്ള പോരാളികൾക്ക് കരുത്തു പകർന്നിരുന്നു. ഗറില്ല യുദ്ധമുറയുമായി ചെഗുവേരയ്ക്കൊപ്പം അദ്ദേഹം ശക്തമായ രീതിയിൽ ബാത്തിസ്ത സർക്കാരിനെതിരെ പൊരുതിയിരുന്നു എന്നുള്ളതുമാണ് ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഏകാധിപതിയായ ബാസ്തിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം വളരെ കൃത്യമായ രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാർക്സിസം എന്റെ അന്ധത മാറ്റി എന്നുള്ള അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പ്രസംഗവും വളരെ ശ്രദ്ധേയമാണ്. മാർക്സിസം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് കാട്ടിലകപ്പെട്ട അന്ധനെ പോലെ ജീവിക്കേണ്ടി വരുമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധിക്കണം. ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുള്ള ആരാധനയും അതോടൊപ്പം തന്നെ അവരുമായുള്ള ബന്ധങ്ങളും വളരെ സുദീർഘമായ ഒരു ചരിത്രം പറയുന്നതാണ്. എന്തായാലും ലോക മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ഫിഡൽ കാസ്ട്രോ അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമല്ല ലോകമെങ്ങുമുള്ള മനുഷ്യസ്നേഹികൾക്ക് പോലും വളരെയധികം ആഘാതമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഫിഡൽ കാസ്ട്രോ അന്തരിച്ചു എന്നുള്ളത്. വേണു.